എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്. രണ്ടാമതൊരിക്കൽ കൂടി അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്ത വിധത്തിൽ വ്യക്തതയോടെ നമുക്കൊരു കാര്യം അങ്ങനെ അവതരിപ്പിക്കണം എന്നാണ്. ഈ ഭയങ്കരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഭയം അങ്കുരിപ്പിക്കുന്നത്. ഭയം ഉണ്ടാക്കുന്നതെന്നല്ലേ. വെറും 7% ഉള്ളൂ കമ്മ്യൂണിക്കേഷനിലെ ഭാഷയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ബാക്കി 93% ശരീരഭാഷ നിബദ്ധമായിട്ടുള്ള ഒന്നാണ്. എന്ത് പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതാണ് മികച്ച കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. നിങ്ങൾ കാർ യാത്രയിൽ ഒരിക്കലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കരുത്. ഇതൊരു വൺ സൈഡ് മാത്രമാണ്. നിങ്ങളുടെ മുഖം ഫേസ് ടു ഫേസ് അല്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മനോഹരമായി പറയുന്നത് 2 അവയവങ്ങളെ പറ്റിയാണ്. ഒന്ന് കണ്ണും മറ്റൊന്ന് കൈയും. കയ്യിൽ വിരലിനെ പറ്റിയാണ്. നമ്മളുടെ അരക്കെട്ടിന്റെയും നെറ്റിയുടെയും ഇടയിൽ വിരൽ ചൂണ്ടി സംസാരിക്കരുത്. നേരെ മറിച്ച് അതിന് മുകളിൽ സംസാരിച്ചാൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരാളെ എനിക്കറിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ആരെയാണെന്ന് അറിയാമോ? ലാലേട്ടൻ. നമ്മൾ പലപ്പോഴും കൈകളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല. തുറന്ന കൈകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വലിയ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. വലിയ വ്യത്യാസം ഉണ്ടാവുക. അങ്ങനത്തെ ആളുകളെ നിരീക്ഷിച്ച് നോക്കിക്കോളൂ. എപ്പോൾ വേണമെങ്കിലും ഇവനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇങ്ങനെ അകത്തേക്കാം. ഇതെങ്ങനെ ഇതിങ്ങനെ മറച്ചു വെച്ചിരിക്കും. 2 കൈ ഇങ്ങനെ ചുരുണ്ടിരിക്കും. ഒഫൻഡഡ് ആണ്. എടുത്ത് എപ്പോഴും ഇടി കിട്ടാന്ന് പറയാൻ പറ്റില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട് അവർക്ക്. ഒരുപാട് ആൾക്കാർക്ക് ഈ ഇഷ്യൂ ഉണ്ട്. ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കാനുള്ള ഒരു എഫിഷ്യൻസി ഇല്ല. പറഞ്ഞു വരുമ്പോൾ പലതും മറന്നുപോകും. അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ വിഷയം മാറിപ്പോകും. പ്രഭുജി നമസ്കാരം. നമസ്കാരം. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയുടെ കുറച്ച് വലിയ കാര്യങ്ങൾ ഇത്തവണ നമ്മളോട് പങ്കുവെക്കാനായിട്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം. കാലത്തിനനുസരിച്ച് ആശയവിനിമയം മാറാറുണ്ട്. പല കാര്യങ്ങളും ഒരു പക്ഷെ 5 വർഷം മുമ്പ് നമ്മൾ കൺസ്ട്രക്റ്റീവായി പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ കൗതുകത്തോടെയും സ്നേഹത്തോടെയും പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാവും. ജിക പറഞ്ഞ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഭയങ്കരം എന്ന വാക്ക്, ഈ ഭയങ്കരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഭയം അങ്കുരിപ്പിക്കുന്നത്. ഭയം ഉണ്ടാക്കുന്നത് എന്നല്ലേ. പിന്നെ നമ്മൾ ഭയങ്കരം എന്ന് പറയുന്നത് എന്താണ്? നല്ല ഗംഭീരമായിട്ടുള്ള സാധനത്തിന് അതിഗംഭീരത്തിനാണ് നമ്മൾ പകരം ഭയങ്കരം എന്ന് പറയുന്നത്. അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് ഭയങ്കരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വാക്കിന്റെ പവർ ഓഫ് വേർഡ്സ് പരിശോധിച്ച് നോക്കിയാൽ, വേർഡ് അനലൈസേഷൻ അല്ല, പവർ ഓഫ് വേർഡ്സ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ വേർഡിന്റെ പവർ, അതിന്റെ എനർജി നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്. ഓരോ വേർഡിനും ഒരു എനർജി ഉണ്ട്. നമ്മൾ അതിശയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആ വാക്കിനകത്തുള്ള അതിൽ കണ്ടോ ശ്രുതി, താള ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊരു എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയം അങ്കുരിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടിപൊളി എന്ന് ഉപയോഗിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞ വാക്ക് നമുക്കൊരു 20 വർഷം മുമ്പ് അടിപൊളി ഇല്ല. ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമായിട്ടോ, അടിപൊളി സംഗതി തകർത്തു, നെഗറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷെ ആ വാക്ക് ശരിക്കും ഉപയോഗിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പൊ ഞാൻ വർക്കല ഒരിക്കൽ ചെന്നപ്പോൾ സ്വാമി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം, റോബിൻ ഭയങ്കരത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു ഭയം അങ്കുരിപ്പിക്കുന്നത്. നിങ്ങളൊരു എഴുത്തുകാരനല്ലേ? ഓക്കെ, അത് എവിടെ നിന്നാ വന്നതെന്ന് അറിയാമോ? അപ്പൊ ഞാൻ ഈ ഭയങ്കരം, നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമാണ് ആള് സാർ. തമിഴിന്റെ സ്വാധീനമാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് പാലക്കാട് നിന്നും പിന്നെ തിരുവനന്തപുരത്തും വന്ന് കയറിയത്. വലിയ മനുഷ്യൻ അല്ലെങ്കിൽ ഒരുപാട് നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഭയങ്കരമാണ് ആള് സാർ, ഭയങ്കരമാണ് പടം സാർ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഭയങ്കരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയം ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. കറക്റ്റായിട്ട് അങ്ങനെ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് വന്ന് കയറി അതിനെ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ തരത്തിലുണ്ട്. ഈ തരത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ തരത്തിലുണ്ട്. ഇത് ഇങ്ങനെ ഈ ഭാഷയുടെ ഈ ഒരു എക്സ്ചേഞ്ച് ഇല്ലേ, ഈ എക്സ്ചേഞ്ച് ഇപ്പൊ നമ്മൾ അതിനൊന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദിമ യുഗം എന്ന് പറയുന്ന ചരിത്രം തന്നെ ഒരു പക്ഷേ ആദിമയുഗം തന്നെ പറയും. അവിടെ നിന്ന് നമ്മൾ ഭാഷായുഗത്തിലേക്ക് വന്നാൽ 1,00,000 മുതൽ 50,000 മുതൽ 1,00,000 വർഷം കൊണ്ട് ഇവോൾവ് ചെയ്താണ് ഭാഷയുടെ യുഗം എന്ന് പറയുന്നത്. നമ്മൾ ചിത്രലിപികള്, ഗുഹാചിത്രങ്ങള്, ഈ സാധനങ്ങളെല്ലാം ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളുണ്ട്. അതേസമയത്ത് ഏതാണ്ട് 36,000 വർഷത്തെ പഴക്കമുള്ള ലിപിയുടെ യുഗത്തിന് ചുവർച്ചിത്രങ്ങളൊക്കെ അതിൽ പെടും, ലിപി എന്ന് പറയുന്ന സാധനത്തിന്. അതും കഴിഞ്ഞിട്ട് പിന്നെ മാധ്യമ യുഗത്തിലേക്ക് നമ്മൾ എപ്പോഴാണ് വന്നത്? 1440 മാധ്യമ യുഗത്തിലേക്ക് വന്നത്. പ്രിന്റിംഗ് ടെക്നോളജി, എഴുത്തുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകള്, പത്രങ്ങള്, അല്ലെ? 1440 1440 പിന്നെ പ്രിന്റിംഗ് ഒക്കെ ആ ഒരു ഏരിയയിലേക്ക് കടന്നു. അപ്പോൾ അത് വ്യവസായ വിപ്ലവം മറ്റു അതിനൊക്കെ മുമ്പുള്ള
ഒക്കെ കാലഘട്ടത്തിലാണ്. അപ്പൊ അച്ചടി എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ അറിയാമല്ലോ. അപ്പോ ഈ ജർമ്മൻകാരൊക്കെയാണ് അതിന്റെ തലതൊട്ടപ്പന്മാര്. അപ്പൊ ഈ ഒരു ഇവോൾവ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് പിന്നെ ഈ മാധ്യമയുഗം വന്ന്, മാധ്യമയുഗത്തിൽ തന്നെ ഈ ടെലിവിഷനും റേഡിയോയും ടെലിവിഷനും മറ്റെല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഇപ്പൊ എത്തി നിൽക്കുന്ന ഡിജിറ്റൽ യുഗത്തിലാണ് അതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഏത് തരത്തിലായിരിക്കും ഇതിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. കോടിക്കണക്കിന് വർഷങ്ങളുടെ 10,000-കണക്കിന് വർഷങ്ങളുടെ ഒരു സമയം എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഭാഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതിലേക്ക് വരാം. ഭാഷയുടെ പ്രാധാന്യം നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ വാക്കുകളെ കുറിച്ചാണ് സംസാരിച്ചത്. വെറും 7% ഉള്ളൂ കമ്മ്യൂണിക്കേഷനിലെ ഭാഷയുടെ വാക്കുകളുടെ പിന്നെ സ്ഥാനം എന്ന് പറയുന്നത്. ബാക്കി 93% വാക്കേതര പിന്നെ ശരീരഭാഷ നിബദ്ധമായിട്ടുള്ള ഒന്നാണ്. അതായത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് 55% മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ എക്സ്പ്രഷൻ. ബാക്കിയുള്ള നിങ്ങളുടെ വാക്കേതരം എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടല്ലാതെ വാക്കിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിന്റെ ടോണ്, അതിന്റെ ഭാവം, മറ്റു കാര്യങ്ങൾ, അതിന്റെ സ്പീഡ് ഒക്കെ എല്ലാം അത് 38%. അപ്പം പറഞ്ഞ ആ രീതി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അവൻ പറഞ്ഞ വാക്കൊക്കെ കൊള്ളാം, പക്ഷെ പറഞ്ഞ ആ രീതി ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അവന്റെ ഈഗോയെ കൊണ്ടുപോകും. കണ്ടോ അവിടെ ഒരു ഇമോഷൻ, അതിനകത്തൊരു ഇമോഷൻ, ഈ 38% ഒരു ഇമോഷൻ കയറിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പ്രശ്നം. അല്ല, ഏത് വാക്കും അങ്ങനെ ഉപയോഗിക്കല്ലോ. ഇപ്പൊ ഭയങ്കരം തന്നെയാണ് ഭയങ്കരമായി പോയി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ അർത്ഥമല്ലേ? പിന്നെ സംശയം എന്താണ്? അല്ലേ, അത് ആശയവിനിമയം എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, അതൊരു സന്ദേശം കൈമാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ മാധ്യമങ്ങളുണ്ടല്ലോ. ഇപ്പൊ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ സമയത്തായിരുന്നു ഒരു അച്ചടി ഭാഷ എന്ന് പറഞ്ഞ ആളുകളൊക്കെ സംസാരിക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയിൽ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു മധ്യ കേരളത്തിലെ ഒരു വാക്കുകളായിരുന്നു ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഒരു അച്ചടി ഭാഷ എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയ യുഗത്തിൽ വന്നപ്പോൾ ഞാൻ തന്നെ റോബിൻജിനെ സ്വാഗതം ചെയ്ത് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ റോബിൻജി ഇങ്ങനെയുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംവിധായകനാണ്, അതൊന്നും പറയാനും കേൾക്കാനും ഒന്നും ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ആർക്കും താല്പര്യവും ഇല്ല, സമയവും ഇല്ല. അപ്പൊ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ, അതത് സമയത്ത് പോപ്പുലറായ മാധ്യമങ്ങൾ ഈ ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ല, അതിന്റെ പ്രചാരകരാണ്, അതിന് സന്ദേശവാഹകരാണ്. അതാത് കാലത്ത് ഇപ്പൊ അച്ചടി മാധ്യമങ്ങൾ ഒരു സമയത്ത് ഈ പറയുന്ന ഭാഷയുടെ ഒരു സന്ദേശകരായിരുന്നു, ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സന്ദേശവാഹകരായിരുന്നു. പുസ്തകങ്ങൾ, കത്തുകൾ അയക്കും, അതിലേക്ക് ആളുകൾ ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ പോസ്റ്റ് എഴുത്തൊരു വലിയ മാർഗമായിരുന്നു. റോബിൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് 55% ശരീരഭാഷയാണ് കമ്മ്യൂണിക്കേഷനിൽ നിൽക്കുന്നത്. അതെ, ബാക്കി ബോഡി ലാംഗ്വേജ്, ബാക്കി 45% ടോൺ ആണോ, ലാംഗ്വേജ് ആണോ. 38% വാക്കേതര ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. വാക്കേതരമായിട്ടെന്ന് പറഞ്ഞാൽ വാക്കുകൾ, അത് വേർഡ്സ് ഇല്ലാത്ത, ആ വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ ടോണ്, അതിന്റെ സ്പീഡ്, അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ മറ്റ് കുറേ അധികം കാര്യങ്ങളുണ്ട്. അതെങ്ങനെ പറയുന്നു എന്നതാണ്. എന്ത് പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതാണ് മികച്ച കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അവിടെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ, ഒരു വലിയൊരു അപകടം, ഒരു സ്ഥലത്ത് ഒരു ബോംബ് ഇടുന്ന പോലെ ചില ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മിഥുനം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെന്റ് ഏട്ടന്റെ ക്യാരക്ടറുണ്ട്. കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പെർമിഷനൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും പുള്ളി കയ്യൊക്കെ ഇട്ട് എന്നിട്ട് ആരടാ നീ എന്ന് ചോദിച്ചിട്ട് വന്നിട്ട് അത് കൊളവാക്കുന്നുണ്ട്. ഇൻസ്പെക്ഷൻ വരുന്ന CA പോളിന്റെ ക്യാരക്ടറിനെ ഓടിക്കുന്നുണ്ട്. CA പോൾ അല്ലേ, ISI മുദ്ര ഒന്ന് കാണിച്ചു കൊടുക്കണം നീ എന്ന് പറഞ്ഞാൽ ആ ടോൺ ഉണ്ടല്ലോ, ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അല്ല, അതിനകത്ത് ഇന്നസെന്റിന്റെ നിപ്പ് തന്നെ ഭയങ്കരമാണ്. അതെ അതെ, കൈ കെട്ടിയൊരു നിപ്പ് നിന്നാ മതി. അതെ, എല്ലാത്തിലും നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ വൈവിധ്യമുള്ള 8 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ വെർബൽ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള വാചികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അത് എഴുത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാലോ, ചിത്രങ്ങളിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നടക്കുന്നത്. ഇനി അനൗദ്യോഗികമായിട്ടുള്ള ഫോർമൽ അല്ലാത്ത അനൗദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഫേസ് ടു ഫേസ്, നമ്മളിങ്ങനെ ഒരുമിച്ച് 2 ആൾക്കാർ തമ്മിൽ ഒരുമിച്ചിരുന്നിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് സാമൂഹിക തലത്തിലുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുന്നത്. അല്ലെ, ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളിപ്പോൾ ഒരു ലീവ് ചോദിക്കുന്ന രീതിയാണ് ഇപ്പൊ ലീവ് ചോദിക്കണേ. ഒരാൾ, ഒരു എംപ്ലോയി ഒരു ലീവ് ചോദിക്കുന്നത്. പിന്നെ ഈ ഷോർട്ട് മെസ്സേജ് വരുമ്പോൾ
ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം എന്നെ ഒരു സാധനം കാണിച്ചു തന്നില്ലേ, ഓഫീസ് ഡാൻ കം വിത്ത് മീ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സാധനം. അതൊക്കെ എന്ത് ഷോർട്ടായിട്ടാണ് ഓരോ കമ്മ്യൂണിക്കേഷൻ. പോട്ടെ, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്നറിയാം, ഞാനിന്നില്ല കേട്ടോ, ഒറ്റ വാക്കില് ലീവ് പോലും ചോദിക്കത്തില്ല, സാറേ ഞാനിന്ന് ഓഫാണ്. കാരണം അവിടെ എന്താന്ന് വെച്ചാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ 55% പിന്നെ ആ 38% ഇല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഒരു തികഞ്ഞ പരാജയമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ ചൊടിപ്പിക്കും. സാറേ ഞാനൊന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഇവിടെ അവധി ചോദിക്കേണ്ടത്, നിനക്ക് ഞാൻ അവധി തരുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തും. ഫ്രിക്ഷനിലേക്ക് എത്തും. ഇപ്പൊ നമുക്ക് ഈ 35%ഉം ഈ 55%, 38 ആൻഡ് 55 പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഏത് ഡിസ്കഷന് പോകുമ്പോഴും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ കാർ യാത്രയിൽ ഒരിക്കലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കരുത്. നമുക്കൊരു യാത്ര പോവാം, ഒരു ഡ്രൈവിന് പോവാം. അപ്പൊ ഇവൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ പോകുന്ന വഴിക്ക് ഇയാളോട് ഈ കഥകളെല്ലാം പറയാം എന്നാണ്. അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളുണ്ട്, എഫക്റ്റീവായിട്ട് പറയാൻ പറ്റും. ഇപ്പം GK അറിയാം, ഇന്ത്യയിലെ വളരെ പ്രമുഖമായ സ്ഥാനത്തിരിക്കുന്ന ഒരാളോട് ഒരു കാർ യാത്ര 20 മിനിറ്റ് കാർ യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ ബാക്കിൽ ഇരുന്നുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ആ 38% വന്നു. ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വളരെ ആ വാഹനത്തിന്റെ ഡ്രൈവർ നിങ്ങളായിരുന്നു, അത് വളരെ ഇംപ്രസീവ് ആയിരുന്നു. അപ്പൊ ഞാൻ പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാർ യാത്രയിലൊക്കെ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ സുപ്രധാനമായ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതൊരു വൺ സൈഡ് മാത്രമാണ്. നിങ്ങളുടെ മുഖം ഫേസ് ടു ഫേസ് അല്ല, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ബോഡി ലാംഗ്വേജ്, നിങ്ങൾ മറ്റു കാര്യങ്ങൾ ഒന്നും, നിങ്ങളുടെ കണ്ണുകൾ നൽകുന്ന സന്ദേശം, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ ശരീരം നൽകുന്ന സന്ദേശം, പറയുന്നത് സത്യമാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാനുള്ള നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ 55% ചേഷ്ടകൾ എന്നാണ് പറയാം. ചേഷ്ടകൾ, ശരീരം കാണിക്കുന്ന ചേഷ്ടകൾ, ലൂപ്പ് ഹോൾസ്. അത് എങ്ങനെയൊക്കെ ചെയ്താലും ശരീരം അത് വെളിപ്പെടുത്തി തരും. മൈക്രോ എക്സ്പ്രഷൻസ്, ഒരു മിന്നലാട്ടം എന്നൊക്കെ പറയും. ആ മിന്നലാട്ടം നല്ല പരിചയമുള്ള മനുഷ്യനെ വാച്ച് ചെയ്യുന്ന ഡെസ്മണ്ട് മോറിസിന്റെ പുസ്തകത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെയാണ്, മാൻ വാച്ചിങ് പോലെയാണ്. ഡെസ്മണ്ട് മോറിസ് ആണ് ഈ രംഗത്ത് ഏറ്റവും വലിയ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ആ മാൻ വാച്ചിങ്ങിനുള്ള സാധിച്ച മാൻ വാച്ചിങ് ആണ് നമ്മളെ. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഓരോ യാത്രയിലും എവിടെ പോകുമ്പോഴും ട്രെയിനിൽ കയറുമ്പോഴും വെറുതെ നടക്കുമ്പോഴും ഒക്കെ മനുഷ്യൻ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം പീപ്പിൾ വാച്ചിങ് രണ്ട് പുസ്തകങ്ങളുണ്ട്, മാൻ വാച്ചിങ്ങും പീപ്പിൾ വാച്ചിങ് പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്ക് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. അതായത് അതിനകത്ത് നമ്മളുടെ ഓരോ അവയവങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മനോഹരമായി പറയുന്നത് 2 അവയവങ്ങളെ പറ്റിയാണ്. ഒന്ന് കണ്ണും മറ്റൊന്ന് കൈയും. കയ്യിൽ വിരലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ വിരലിനെ പറ്റി സംസാരിക്കുന്ന സ്ഥലത്ത്, വിരൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു തലം എന്ന് പറയുന്നത് നമ്മളുടെ അരക്കെട്ടിൻ്റെയും നെറ്റിയുടെയും ഇടയിൽ വിരൽ ചൂണ്ടി സംസാരിക്കരുത്. നേരെ മറിച്ച് അതിന് മുകളിൽ സംസാരിച്ചാൽ കുഴപ്പമില്ല. അതൊരു പക്ഷെ ഒരു മാസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും. ഇതിന്റെ താഴെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഇത് ഫ്രണ്ട്ലി ആണെന്ന്. ഞാനിത് വായിച്ചിട്ട് ഞാൻ ഈ നമ്മുടെ നെറ്റിയുടെയും അരക്കെട്ടിൻ്റെയും അടിയിൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് ചിലപ്പോൾ ശക്തമായ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാകും എന്നുള്ളത് വായിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരാളെ എനിക്കറിയാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. ആരെയാണെന്നറിയാമോ? ലാലേട്ടൻ വിരൽ ചൂണ്ടി സംസാരിക്കും. വിരൽ ചൂണ്ടി ഇപ്പൊ ഞാൻ റോബിൻ ചേട്ടൻ ഇങ്ങനെ അപ്പൊ ഞാൻ നേരെ വിളിച്ച് റോബിൻ ചേട്ടൻ ഐ ലവ് യു, അല്ലെങ്കിൽ സതീഷ് ഐ ലവ് യു എന്ന് പറഞ്ഞാലൊന്നും ഭയങ്കര ഒഫൻഡഡ് ആവും. പക്ഷേ ഈ അഭിനയിക്കുന്ന ഒരാൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾക്കും ഏറ്റവും നല്ല ടൂളാണ് അയാളുടെ വിരലും കൈകളും ഒക്കെ. പക്ഷെ അത് നമ്മുടെ അരക്കെട്ടിന്റെ താഴെ ഉപയോഗിച്ചാൽ അത് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ, ചെയ്യുന്ന ആൾക്കും കാണുന്ന ആൾക്കും കംഫർട്ടാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കൃത്യമായ ഒരു ടൂളാണ്. അത് അറിഞ്ഞുകൊണ്ട് ആയിരിക്കണമെന്നില്ല, അറിഞ്ഞുകൊണ്ട് അറിയാതെയോ ആയിരിക്കാം. പക്ഷെ ശരിയായ രീതിയിൽ ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യുക. അത് ലാലേട്ടൻ അത് കൃത്യമായി കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കും. ഞാൻ ആ പുസ്തകം ഇങ്ങനെയുള്ള നമ്മുടെ ഒരു നടന മുദ്ര പോലെയാണ്. അതായത് യഥോ ഹസ്ത തഥോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തഥോ മന. അതായത്
കണ്ണും കൈയും അഭിനയിക്കാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അയാൾ ഏറ്റവും മിടുക്കനാണെന്നുള്ളത്. പക്ഷെ അവിടെ നമുക്ക് ഏറ്റവും കംഫർട്ട് വിരൽ ചൂണ്ടിയും വിരലെടുത്ത് പ്രയോഗിക്കാനുള്ള ഇതാണ് അത് പക്ഷെ ഒഫൻഡഡ് ആവാനുള്ള ഭയങ്കര കൂടുതലാണ് ലോകത്തെല്ലായിടത്തും ഈ വിരൽ ചൂണ്ടാൽ ഒരു വലിയ അപകടമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ നിന്നെ കാണിച്ചു ഭയങ്കര ഡേഞ്ചറാ. അതെ, ഡോമിനേഷൻ, അധികാരം, കീഴ്പ്പെടുത്തൽ, അങ്ങനെ ഒരുപാട് സാധനം. പക്ഷെ ഈ വിരലിനെ ഉപയോഗിച്ച് ഈ വിരലും കണ്ണും പോകുന്നിടത്ത് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിൽ ഏറ്റവും നല്ല അതിനെടുത്ത് ഉപയോഗിക്കാൻ വേണം. കൃത്യമായി ലാലേട്ടൻ ഉപയോഗിക്കുന്ന കാണുമ്പോഴേ അതിശയം തോന്നുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അവയവം എന്ന് പറയുന്നത്, പ്രതികരിക്കുന്ന ആദ്യത്തെ അവയവം എന്ന് പറയുന്നത് കൈയാണ്. കാരണം കൈ താരതമ്യേന കൈയും കാലും തമ്മിൽ താരതമ്യം ചെയ്താൽ തലച്ചോറ് ആണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. തലച്ചോറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന, നമുക്ക് ദൂരം എന്ന് പറയാൻ ഒരുപാട് ദൂരം ഇങ്ങനെ ഇല്ല, പക്ഷെ നമ്മുടെ ശരീരമാകുന്ന ഈ ദൂരം വെച്ച് നോക്കുമ്പോൾ തലച്ചോറ് ഈ കൈയേക്കാളും ഒരുപാട് ദൂരത്താണ് തലച്ചോറിൽ നിന്നും കാലിന്റെ ദൂരം. കാലിന്റെ മുകളില് വളരെ നിയന്ത്രണം കുറവാണ് തലച്ചോറിന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അക്ഷമനായിട്ടിരിക്കുമ്പോൾ കാലിങ്ങനെ കട 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 എന്ന് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇയാളെ എന്തോ അക്ഷമനാണ്. കാലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അറിയാതെ. അത് ക്യൂരിയോസിറ്റി, കൃത്യമായി ക്യൂരിയസ് ആണെന്നുള്ള മനസ്സിലാവും. അപ്പൊ നമുക്ക് അത് അനുസരിച്ച് അതിനോട് ഇടപെട്ട് സംസാരിക്കാൻ പറ്റും. എപ്പോഴും അത് അറിയാതെ ചെയ്യുന്നുണ്ട്, മിക്കവാറും ആൾക്കാർ ചെയ്യും. പല പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ടാവും, അവരിങ്ങനെ ചെയ്തോണ്ടിരിക്കും. അത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ സാധനം അറിയാതെ ചെയ്യുന്നുണ്ട്. അത് പരമാവധി എത്ര കുറയ്ക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് അവയർനെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത്, നമ്മൾ സ്വയം ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ജാക്വസ് എന്ന കഥാപാത്രമുണ്ട്, ആസ് യു ലൈക്ക് ഇറ്റിലെ വിഷാദ സഞ്ചാരിയായ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് യഥാർത്ഥത്തിൽ ഷേക്സ്പിയറിയൻ. ആ ഡയലോഗാണ് ഈ കമ്മ്യൂണിക്കേഷനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിരീക്ഷണം എന്ന് പറയുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് ഒരു വലിയ അരങ്ങാണ്. നാം ഓരോരുത്തരും വ്യത്യസ്തമായ വേഷങ്ങൾ കെട്ടിയാടാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോരോ പ്രത്യേക വേഷങ്ങളാണ് എന്തെല്ലാം അഭിനയിച്ചാലാ. അയ്യോ എന്റെ പൊന്നേട്ടാ, എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ അഭിനയിക്കണം, ഇവന്റെ അടുത്ത് മിണ്ടാതിരിക്കണം, ഇവൻ പറയുന്ന മുഴുവൻ കേൾക്കണം. ലോകം ഒരു അരങ്ങാണ്. ചിലടത്ത് മിണ്ടാതിരുന്ന കുഴപ്പം, എന്തൊക്കെ മറ്റവന് വേണ്ടി അഭിനയിക്കണം. അപ്പൊ ഈ കൈ തലച്ചോറിന്റെ നേരെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഉള്ള ഈ സ്ഥലമായതുകൊണ്ട് തന്നെ ഈ കൈയുടെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കൈകളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല. ഈ കൈകളെ ഇതിപ്പം എന്താണെന്നറിയോ, ഇത് തുറന്ന ശരീരഭാഷയാണ്. നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ, ഇങ്ങനെ വെക്കണമെന്നില്ല, നിങ്ങൾ പൊതുവെ ഇങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്കൊക്കെ അറിയാതെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൈവരകളൊക്കെ വന്നിട്ട് ഓപ്പണായിട്ട്. ഇപ്പൊ ക്രൈസ്റ്റിന്റെ കൈ ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? തുറന്ന കൈകൾ. അതെ, ബുദ്ധന്റെ കൈ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, തുറന്ന കൈകൾ. ഇത്തരത്തിലുള്ള എല്ലാ ടീച്ചേഴ്സിന്റെയും കൈകൾ അങ്ങനെ ഇരിക്കുന്നത്. ഈ തുറന്ന കൈകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വലിയ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക, വലിയ വ്യത്യാസം ഉണ്ടാവുക. അങ്ങനത്തെ ആളുകളെ നിരീക്ഷിച്ച് നോക്കിക്കോളൂ. അടഞ്ഞ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ചുരുട്ടി പിടിച്ച കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, പല രീതിയിൽ പോക്കറ്റിൽ തിരികൊണ്ട്, ആത്മാഭിമാനത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ വേറൊരു സാധനത്തിന്റെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം വിചാരിച്ചുകൊണ്ട് ഒരു കൈ പോക്കറ്റിൽ, ബാക്കി ഈ വിരലെല്ലാം പോക്കറ്റിലേക്കും ഈ ഒരൊറ്റ വിരൽ മാത്രം പുറത്തേക്കുമായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട്, ഈ കൈകെട്ടലിൽ തന്നെ വ്യത്യസ്തമായ കൈകെട്ടലുണ്ട്. ഇന്നസെന്റ് അതന്നെ ആ മസിലൊക്കെ പിടിച്ചിട്ട് കൈകെട്ടലിൽ തന്നെ വ്യത്യസ്തമായ കൈകെട്ടലുണ്ട്. ഇങ്ങനെ ഈ രണ്ട് കൈകളും അകത്തേക്ക് വെച്ച് മറച്ചുകൊണ്ടുള്ള കൈകെട്ടലുണ്ട്. ഇതൊക്കെ പലതിന്റെ സൂചനയാണ്. ചിലര് അപകടകാരികളായിട്ടുള്ള മനുഷ്യരെ നമ്മളിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ എപ്പോ വേണമെങ്കിലും ഇവനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇങ്ങനെ അകത്തേക്കാ. അതെങ്ങനെ ഇതിങ്ങനെ മറച്ചു വെച്ചിരിക്കും, രണ്ട് കൈ ഇങ്ങനെ ചുരുണ്ടിരിക്കും. ഒഫൻഡഡ് ആണ്, എടുത്ത എപ്പോഴാ ഇടി കിട്ടാന്ന് പറയാൻ പറ്റില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട് അവർക്ക്, എന്തോ ഒരു കാര്യത്താൽ അസ്വസ്ഥരാണ്. ഇനി പകുതി ഇങ്ങനെയുണ്ട്. അതായത് ഇത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കൈയുടെ ഇവിടെ പിടിച്ചിട്ട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് അടഞ്ഞ ശരീരഭാഷ. ഈ അടഞ്ഞ ശരീരഭാഷയിൽ നിന്ന് തുറന്ന ശരീരഭാഷയിലേക്ക് നമുക്ക് പോകുമ്പോൾ, ഇപ്പൊ എന്റെ മുന്നിൽ പലപ്പോഴും ആളുകൾ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇവർ ഭയങ്കര ബലം പിടിക്കും. ഞാൻ ഭയങ്കരം എന്നുള്ള വാക്ക് വീണ്ടും വന്നു. ഇവിടെ ഭയങ്കര ഓക്കെയാണ്, കറക്റ്റാണ്. അപ്പൊ ഇവര് എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടഞ്ഞ ശരീരഭാഷ ഒന്ന് മാറ്റണ്ടേ, ഇവര് നമ്മളെ അടുത്തേക്ക് വരണ്ടേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ബോട്ടിലും എടുക്കും, വെള്ളത്തിന്റെ ബോട്ട് എടുത്തിട്ട് ഇങ്ങനെ തുറക്കാൻ നോക്കിയിട്ട് ഞാൻ തന്നെ ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് അടക്കുക. അപ്പൊ അവർക്കത് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്താ തുറക്കാം, ഇതോ തുറന്നു എന്ന് പറഞ്ഞിട്ട് അവര് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് ഈ ആൾക്കാർ ചാടിയിട്ട് ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവനാ സാധനം എന്നിട്ട് തുറന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല, താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ നേരെ കൈ കെട്ടില്ല. പിന്നെ
അവൻ അവിടെ പോയിരുന്ന് പിന്നെ തുറന്നിരിക്കുക. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം പറയാം. ഡിഫൻഡീവ് മോഡിൽ നിന്ന് അവൻ മോഡ് മാറ്റി. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത് കോൺവെർസേഷണൽ ഹിപ്നോസിസിന്റെ ഭാഗമായിട്ട് നമുക്ക് സെയിൽസിനൊക്കെ ഭയങ്കര ഉപകരിക്കുന്ന ഒരു സംഭവം. സെയിൽസിലൊക്കെ 100% ഉപകരിക്കും ഈ സാധനം. അതിഗംഭീരമായിട്ട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ കാര്യത്തിലൂടെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ആളുകളെ നിരീക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ജിക പറഞ്ഞ പോലെ ഈ ചലനജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ചലനജ്ഞാനം, ചലനത്തിന്റെ അറിവ് എന്ന് പറയുന്ന വിജ്ഞാനമാണ്. അപ്പോൾ റേ വിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡെസ്മണ്ട് മോറിസ്, അതുപോലെ തന്നെ പോൾ ഏക്കാൻ, വാലസ് ഫ്രീസൺ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ. നമുക്ക് ഈ ഒരു പ്രത്യേക ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? വിവിധ ഭാവങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ധാരാളം ചിത്രങ്ങൾ ഉണ്ടാവും. ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ തമ്പ് കൊടുക്കേണ്ട ഹസ്തദാനം എങ്ങനെയാണ്, ഇതിന്റെ ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ നിർമ്മിച്ചത് ഈ ആളുകളൊക്കെ കൂടിയിട്ടാണ്. ഇവരുടെയൊക്കെ നിരീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ലോകത്തിന് ഈ ചലനജ്ഞാനം ഉണ്ടായത്. മനസ്സിലായി? ഞാൻ ആദ്യമായിട്ടാണ് ഈ വാക്ക് കേൾക്കുന്നത്. ചലനജ്ഞാനം എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് ഒരു പഠന പ്രക്രിയ ഇവരാണത് നിർവഹിച്ചതെന്ന് പറയും. അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെപ്പോഴും ഈ നമ്മളെ ഈ നിലവിലുള്ള നമ്മുടെ പരിമിതികളെ, ഈ വിജ്ഞാനവും ഈ അറിവും ഈ സെൽഫ് അവയർനെസ്സും നമ്മുടെ പരിമിതികളെ നമുക്ക് അതിലംഘിക്കാനുള്ള വിജ്ഞാനമാക്കി ഇതിന് മാറ്റുന്നതിലാണ്. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഞാനൊരു ലിമിറ്റേഷൻ പറയാം. ഇപ്പം നിങ്ങൾ യഥാർത്ഥത്തിലുള്ളൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകുമ്പം ഗോന്നുകുട്ടിക്ക് ഇപ്പം നിങ്ങൾക്ക് വർത്തമാനം പറയുമ്പോൾ ഒരു ശൈലിയിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് ഈ ഇഷ്യൂ ഉണ്ട്. ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കാനുള്ള ഒരു എഫിഷ്യൻസി ഇല്ല. പറഞ്ഞു വരുമ്പോൾ പലതും മറന്നുപോകും, അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ വിഷയം മാറിപ്പോകും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഡിഫക്റ്റിനെ നമ്മളൊരു വലിയ പ്രശ്നമാക്കിയിട്ട് വലിയൊരു കടമ്പയായിട്ട് കാണുകയാണ്. അപ്പം നമുക്കറിയാം, വിശ്രുത സംഗീതജ്ഞനായിട്ടുള്ള AR റഹ്മാനോട് ഒരു NDTV ആണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, ആരാണ് ഇന്ത്യയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സംഗീതജ്ഞൻ? അപ്പൊ അദ്ദേഹം ഒരു സന്ദേഹത്തിന് പോലും ഇടയില്ലാതെ അദ്ദേഹം പറഞ്ഞു, കുമാർ ഗാന്ധർവ. കുമാർ ഗാന്ധർവയോ? അത്രയൊന്നും അങ്ങനെ ക്ലാസിക്കൽ സംഗീത രംഗത്തല്ലാതെ മറ്റു സംഗീത രംഗത്തൊന്നും അത്രയൊന്നും പേര് അദ്ദേഹത്തിന് കേൾക്കാറില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഇൻഹെറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് അദ്ദേഹത്തിന്റെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിഫക്റ്റ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ശ്വാസമുട്ടലുണ്ട്. അദ്ദേഹം എന്ത് പറയുമ്പോഴും പാടുമ്പോഴൊക്കെ കട്ട് ചെയ്ത് കാരണം ബ്രീത്ത് പ്രശ്നമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രീതി എന്താണെന്നറിയോ? അദ്ദേഹം ഓഫിൽ പാടും. അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് പാടും. കുമാർ ഗാന്ധർവ. അപ്പം അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടാവും പുള്ളിക്ക്. ഈ സാധനം ശ്വാസം തടസ്സം ഉണ്ടാവും ഈ രാഗവിസ്താരം നടത്തുമ്പോ. പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലിയായിട്ട് അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന്റെ ശൈലിയായിട്ട് അത് മാറ്റി. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും വിദ്യാധര ഭാഷ പാടുമ്പോ അല്ലേ, ലജ്ജാമതിയെ, ഇതാണ് എരുമ കാണുന്ന പോലെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആൾക്കാരുണ്ട്. രിയാസിയെ ലക്ഷങ്ങൾ കോടികൾ ഏറ്റുപാടി ട്രാക്ക് പാടിയ പാട്ടാണ്. ഇത് ജാസിയുടെ ശബ്ദം എത്ര മനോഹരമായ ശബ്ദമായിട്ട് വേടൻ. എല്ലാവരും ഞാൻ പറയുന്നത് പരിമിതി. AR റഹ്മാൻ നമ്മുടെ പരിമിതി. അപ്പൊ നമ്മള് ശബ്ദത്തിന്റെ പരിമിതികൾ, നമ്മുടെ ഇൻഹിബിഷൻസ്, ഇതൊന്നും അല്ലെന്നേ. അങ്ങനെ അതിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ആൾക്കാർ ചോദിക്കുമായിരുന്നു എന്നോട്. അതെനിക്ക് ഒരു പ്രാവശ്യം ഞാൻ മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറെ വർഷം മുമ്പ്, മമ്മൂക്ക എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറയുന്നത് വ്യക്തമാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ചെറിയ വിഷമം തോന്നി. അന്ന് രാത്രി മാറാണി ഹോട്ടലിരിക്കുമ്പോൾ നമ്മുടെ പ്രസാദ് സാറ്, വിഷമിച്ചോ, ബുദ്ധിമുട്ടായില്ലേ? നരേന്ദ്രപ്രസാദ്. എനിക്ക് മനസ്സിലായി, വാ ഇരിക്കേ എന്ന് പറഞ്ഞു ഇരുന്നു. അപ്പൊ മുരളീധരനുണ്ട്. മുരളീധരനും പിന്നെ പ്രസാദ് സാറും കൂടെ എങ്ങനെയാണ് ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്യേണ്ടത്, നാടക ആചാര്യന്മാരാണ് രണ്ടുപേരും, എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്, രണ്ടാമതൊരിക്കൽ കൂടി അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്ത വിധത്തിൽ വ്യക്തതയോടെ നമുക്കൊരു കാര്യം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ബോധ്യം ഉണ്ടാവണം എന്താണ് പറയാൻ പോകുന്നത്. ആ പറയാൻ പോകുന്നതിന് മുമ്പ് ചാടി ചിന്തയിൽ വരുന്ന അപ്പം തന്നെ കയറി പറയല്ല. ഒരു സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ഞാൻ പറയുന്നത് ഇതാണ്. അപ്പൊ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ കൃത്യമാണ് രണ്ടാമത് പറയേണ്ട വരുന്നില്ല. രണ്ടാമതെന്നല്ല, മുഴുവൻ തന്നെ പറയുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഇനി ഒന്ന് പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞുവെങ്കിലും ഈ പവർ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ വസ്തുതകളെക്കാൾ കൂടുതൽ ആളുകളുടെ മനസ്സിൽ
എപ്പോഴും നിൽക്കുക വൈകാരികത ചേർത്തുള്ള കഥകൾ. ഇപ്പം നമുക്കറിയാം നമ്മൾ നാടോടി കഥകൾ, ആ കഥകളിലൂടെ ഈസോപ്പ് കഥകളായാലും പഞ്ചതന്ത്രം കഥകളായാലും അതൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അതൊരു ആ ഒരു സങ്കേതം ഉപയോഗിക്കുകയാണ്. കഥകളിലൂടെയാണ് നമ്മളെപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ, സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി കഥകളിലൂടെ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ GK സതീഷിന് ഒരു കാര്യം ഒരാളോട് പറയാനുണ്ട്, അതിനൊരു പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട്, ഞാനേ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അയാളെന്നോട് ചോദിച്ചു ഇതെന്താ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, കേൾക്കുന്നവർക്ക് ഒരു ആകാംക്ഷയായി, പറയാൻ പോകുന്ന കാര്യം അവിടെ പോയിട്ട് ആ കാര്യം നടന്നില്ല അല്ലെങ്കിൽ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. പക്ഷെ അതിനെ ഒരു കഥാരൂപത്തിൽ പറയുമ്പോൾ, അല്ലെ, കഥ പറയാൻ വേണ്ടി പറയല്ല, പക്ഷെ കഥാരൂപത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റുമ്പോൾ, പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുമ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗമില്ല എന്നാ പറയാ. അപ്പൊ ആളുകൾക്ക് കഥ പറഞ്ഞ് ശീലിക്കണം. നമ്മളൊക്കെ ഇത് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ ഇന്നലെ കണ്ട സിനിമയുടെ കഥ ചെറുപ്പം മുതലേ, ഞാൻ അവിടെ സിനിമയ്ക്ക് പോയപ്പോൾ അതിന് നായകൻ വന്നിട്ട് അവനെ ഇടിച്ചപ്പോൾ കഥ പറയല്ലേ, നമ്മള് വായിച്ച കഥ പറയുക അല്ലേ? നമ്മളൊക്കെ അന്നേ തുടങ്ങി കഥ പറയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്കില്ലാണ്, പഠിച്ചെടുക്കേണ്ട സ്കില്ലാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നത്, വൈകാരിക ബുദ്ധി. ഈ വൈകാരിക ബുദ്ധിയുടെ അഭാവം കൊണ്ട് നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ ചില്ലറയല്ല. ഒരു കാര്യത്തോട് കേൾക്കുമ്പോൾ ചാടിക്കേറി ചൂണ്ടയിൽ അങ്ങോട്ട് കയറി കൊളുത്താണ്, ഇടുമ്പോഴത്തേക്ക് ചാടി ആരാ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുകയാണ്. ഒട്ടും ഇമോഷൻ്റെ കേൾക്കുമ്പോൾ അറിയാം ഇമോഷൻ ഇന്റലിജൻസ് ഇല്ല, ബാലൻസ് ഇല്ല, അതിനോട് പ്രതികരണ ശേഷിയുണ്ടല്ലോ. അപ്പൊ നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ആ പ്രാക്ടീസ് എടുക്കണേ എങ്ങനെയാണ് വേണ്ടത്? ഈ പാസീവ് നേച്ചർ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പാസീവ് നേച്ചറും അഗ്രസീവ് നേച്ചറും ഉണ്ട്. പ്രതികരണത്തിൽ അഗ്രസീവ് നേച്ചറും വളരെ പതുങ്ങി നിന്നിട്ട് പാസീവ് നേച്ചറും കാണിച്ചിട്ട് പിന്നെ പാസീവ് അഗ്രസീവ് നേച്ചറായിട്ട് മാറുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്നും നമുക്കിതിന്റെ മധ്യമ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അസേർട്ടീവ് ആവുക എന്നതാണ് അസേർട്ടീവ് നേച്ചർ. അല്ല, അങ്ങനെ മറ്റേ കാര്യം നിങ്ങൾ അറിഞ്ഞോ? അത് ഭയങ്കര നടക്കില്ല എന്നാ പറയുന്നത്. നടക്കില്ല എന്നല്ല, അങ്ങനെ ശരിയാവാ? അങ്ങനെയൊന്നും പറ്റില്ല. അഗ്രസീവ് നേച്ചർ അല്ല, മറ്റേ കാര്യം നടക്കില്ല എന്നാ പറഞ്ഞത്. എനിക്ക് അപ്പറേ അറിയായിരുന്നു നടക്കില്ല എന്ന്. പാസീവ് നേച്ചർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തും പറയും. അതേസമയം അസർട്ടീവ് നേച്ചർ എങ്ങനെയാണ്? ആ കാര്യം നടക്കില്ലെന്നാ പറഞ്ഞത്. ഓഹോ, എന്താ അതിന് കാരണം? നടക്കില്ല എന്ന് പറയാൻ എന്തെങ്കിലും കാരണം? അന്വേഷിച്ചോ കാര്യം എന്താന്ന്? ഇതാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. അസർട്ടീവ് നേച്ചർ, അടുത്ത സ്റ്റെപ്പ് എടുക്കാം. മധ്യമ മാർഗമാണ്. ഇതിന്റെ രണ്ടിനും നടുവിൽ ഒരു ബ്രിഡ്ജ് പണിതിരിക്കുക. അപ്പം ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇനി നേടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹാനുഭൂതി എന്നത്. എമ്പതി ഉണ്ടാവുക എന്ന്, സഹാനുഭൂതി ഉണ്ടാവുക എന്നുള്ള. ആ എമ്പതി ഉണ്ടാവുക എന്താണ്? ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു, നിന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്, നിന്റെ വിഷമങ്ങൾ അതിലൂടെ കേൾക്കുമ്പോഴാണല്ലോ വിഷമം അറിയുക. അപ്പൊ എമ്പതിയായി, അപ്പം സഹാനുഭൂതിയായി. അവിടെ വെച്ച് നമ്മളൊരു യോഗ്യത നേടിയെടുക്കും. അനുരാഗ യോഗ്യത എന്നാ ഞാൻ ഇതിനെ വിളിക്കുക. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനുമുള്ള യോഗ്യത. ഈ യോഗ്യത ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന് സ്നേഹിക്കാനുള്ള യോഗ്യതയില്ല, ഒന്ന് സ്നേഹിക്കപ്പെടാനും യോഗ്യതയില്ല. രണ്ടുമില്ല. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് ആർക്കും ഒരു ഇഷ്ടവുമില്ല എന്നാ പറയാ. അതിന് ആദ്യം എന്താ വേണ്ടത്? സെൽഫ് ലവ് വേണം, സ്വയം സ്നേഹം വേണം, അവനവനോട് തന്നെ സ്നേഹം വേണം. ഇത് അവനവനോട് സ്നേഹം എന്താ അപകടകരമായ ഒന്നായി മാറുക. എന്റെ കാര്യം ഞാൻ, എന്റെ കാലം, എന്റെ ഭൂമി, എന്റെ ആശയങ്ങൾ, എന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, എന്റേതാണ്, ഞാനാ തീരുമാനിക്കുന്നത്. അതാ സെൽഫ് ലവ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതല്ല സെൽഫ് ലവ്. അത് സ്വാർത്ഥതയാണ്. എക്സാക്ട്ലി. അപ്പം ആ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള യോഗ്യത ഇതിലൂടെയാണ് നേടിയെടുക്കുക. അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ മികച്ച തലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ ശരീരഭാഷ, മികച്ച സ്നേഹമുള്ള, സെൽഫ് ലവ് ഉള്ള, മറ്റുള്ളവരെ മാനിക്കുന്ന, മാന്യതയോടെ നോക്കുന്ന, മറ്റുള്ളവരെ കണ്ണിലേക്ക് നോക്കി അവരുടെ സൗഹൃദ തലത്തിൽ നോക്കി മാത്രം സംസാരിക്കാൻ അപരിചിതനോട് പഠിച്ചിട്ടുള്ള, ലൂപ്പോൾ ഇല്ലാത്ത, തുറന്ന ശരീരഭാഷ ഇല്ലാത്ത, അടഞ്ഞ ശരീരഭാഷ ഇല്ലാത്ത, തുറന്ന ശരീരഭാഷയുള്ള, ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൃത്യമായ അളവിൽ ലൂപ്പുകൾ ഒന്നും ചോർച്ചയൊന്നും കാണിക്കാത്ത, മറ്റുള്ളവന് ഹൃദ്യമായി തോന്നുന്ന തരത്തിലുള്ള നോട്ടമുള്ള, നല്ല ശ്രവണ സ്വഭാവമുള്ള, സംസ്കാരമുള്ള, ഞാൻ ഇതിന് ശ്രവണ സംസ്കാരം എന്നാ വിളിക്കുക, നന്നായി കേൾക്കുന്ന, അടിമുടി കേൾക്കുന്ന സ്വഭാവമുള്ള നിങ്ങളുടെ നിങ്ങളുടെ ഈ പറയുന്ന അനുരാഗ യോഗ്യത നിങ്ങൾ നേടിയെടുക്കും അതിലൂടെ. നേരത്തെ ആളെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളൊരു
ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാവും. നിങ്ങളൊന്ന് കാണാൻ വേണ്ടി തടിച്ചുകൂടും ആളുകൾ. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ്, സ്നേഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. നിങ്ങളോട് സ്നേഹം വരും, നിങ്ങൾ പിന്നാലെ ഒഴുകും. അങ്ങനെയാണ് എല്ലാവരും, എല്ലാ വലിയ പ്രാസംഗികരും എല്ലാ വലിയ ലീഡേഴ്സിന്റെ പുറകിലേക്ക് ഇത് തന്നെയാണ് വരുന്നത്. അവരുടെ പുറകെ നയിക്കാൻ മാത്രമല്ല, നയിക്കപ്പെടാൻ ആഗ്രഹിക്കും അവർ എന്നാ പറയുന്നത്. അപ്പം ഈ യോഗ്യത വരുമ്പോൾ അവര് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭാഷണങ്ങളെയും പ്രയാസങ്ങളെയും അവർ കൈകാര്യം ചെയ്യും. ഇടിമിന്നലുള്ള സ്ഥലത്ത് കാന്തം കൊണ്ടുപോയി വെക്കുന്ന പോലെയാണ് അനാവശ്യമായ സ്ഥലത്ത് ഇന്നസെന്റ് തിയേറ്ററിന്റെ മിഥുനത്തിലെ ക്യാരക്ടർ പോലെ അഭിപ്രായം പറയുന്നത്. മൊത്തം കുഴപ്പമാക്കും. വെടിയുണ്ട മറ്റേ ബോംബിട്ട പോലെ ആയിപ്പോവും അനാവശ്യമായ സംഭാഷണങ്ങൾ. അവിടെ വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഡിഫൻഡീവ് മോഡൽ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വളരെ അസർട്ടീവായിട്ട് സംസാരിക്കുകയും ശബ്ദത്തിന്റെ ടോൺ ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയും സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും റോബിൻ ചേട്ടനെ ഞാൻ ABC-യിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. കാരണം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന വളരെ രസകരമായ, വളരെ ഉപയോഗപ്രദമായ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൂടെ ഗുണകരമാകട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ABC-യിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് വളരെ വലിയ റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. റോബിൻ ചേട്ടൻ്റെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്, 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ, ഈ ഒരു ടോക്ക് ഷോയിൽ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾക്ക് കുറേയേറെ പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് ശ്രീ റോബിൻ തിരുമലയിൽ നിന്ന് നിങ്ങൾക്കിത് നേരിട്ട് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അത് പ്രസംഗിക്കാനോ രാഷ്ട്രീയക്കാരനാവാനോ വ്യവസായ പ്രമുഖനാവാനോ ഓൺട്രപ്രണർഷിപ്പ് നേടാനോ ഒക്കെ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ പരസ്പര ബന്ധങ്ങൾ രസകരമാക്കാനും സൗഹൃദം സ്ഥാപിക്കാനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്താനും സൗഹൃദത്തെ വല്ലാതെ വളർത്താനും ഒക്കെ ഗുണകരമാകുന്ന ഒരു കോഴ്സാണ്. അത് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നവർ, അത് കൈയടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഈ ഷോയെ ഒരു ഉപാധിയായി കണ്ട് നിങ്ങളത് സ്വീകരിക്കണമെന്ന് പറയുകയാണ്. ദിസ് എപ്പിസോഡ് is powered by BISAT Group of Institutions, BISAT Arts and Science College, BISAT Engineering College, Ernakulam.